നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്റർ BA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 3rd യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിന്റെ പേര് റെലവൻസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആസ് എ സോഷ്യൽ സയൻസ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. ഒരു സോഷ്യൽ സയൻസ് എന്ന നിലയിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ റെലവൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിന്റെ റെലവൻസ്, പ്രസക്തി എന്താണെന്ന് നോക്കാം. രാഷ്ട്രീയ ശാസ്ത്രം ഒരു സാമൂഹിക ശാസ്ത്രമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട സാമൂഹിക ശാസ്ത്ര ശാഖ തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന്റെ വിവിധ ആസ്പെക്റ്റുകളെ കുറിച്ച്, വിവിധ വശങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ നടത്തുന്നത്. അതായത് ഒരു രാഷ്ട്രീയ മാൻ ആസ് എ പൊളിറ്റിക്കൽ ബീയിങ്, അതിനെ കുറിച്ചുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അതായത് നിയമവ്യവസ്ഥയെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച്, ഭരണകൂടത്തെക്കുറിച്ച്, നയരൂപീകരണത്തെക്കുറിച്ച്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചൊക്കെയുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസിൽ വരുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ ആരെ കുറിച്ചുള്ള പഠനമാണ്? മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവി ആയതുകൊണ്ട് ഇത് ഒരു സോഷ്യൽ സയൻസ് എന്നുള്ള രീതിയിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സയൻസ് ആണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സാമൂഹിക ശാസ്ത്രം എന്ന് നോക്കാം. സാമൂഹിക ശാസ്ത്രം അഥവാ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാല് മനുഷ്യരുടെ സാമൂഹിക ജീവിതവും അവന്റെ ബിഹേവിയർ, പെരുമാറ്റവും അതുപോലെ ഇതേക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്, ഒരു വിജ്ഞാന ശാഖയാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് പൊളിറ്റിക്കൽ സയൻസ് ഉള്ളതുപോലെ തന്നെ ഹിസ്റ്ററി ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, സാമ്പത്തിക ശാസ്ത്രം, ഇക്കണോമിക്സ് ഉണ്ട്, അതുപോലെ തന്നെ നരവംശ ശാസ്ത്രം അല്ലെ, ആന്ത്രപ്പോളജി ഉണ്ട്, നിയമമുണ്ട്, മനഃശാസ്ത്രം, സൈക്കോളജി ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ അഫയേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഈ പൊളിറ്റിക്കൽ സയൻസിന്റെ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സയൻസ് ആണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ശാസ്ത്രം മറ്റുള്ള പല ശാസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണെന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ തൊട്ട് മുൻപത്തെ യൂണിറ്റിൽ നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി രാഷ്ട്രീയ ശാസ്ത്രം ഒരു സാമൂഹിക ശാസ്ത്രമായിട്ട് അതിൽ പരിഗണിക്കപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് സ്റ്റഡി ഓഫ് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റുകളെ കുറിച്ചുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷനിൽ തന്നെ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് ഗവൺമെന്റ്സ് എന്നാണ്. ഗവൺമെന്റുകളെ കുറിച്ചുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നൊരു ഡെഫിനിഷൻ തന്നെ പൊളിറ്റിക്കൽ സയൻസിന് നൽകിയിട്ടുണ്ട്. ഇപ്പൊ സാമൂഹിക ശൃംഖലയും അതുപോലെ അധികാര വിന്യാസവും പവർ സ്ട്രക്ചർ ആൻഡ് പവർ ഗവേണൻസ് ഒക്കെ വരുന്നത് ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന ഒരു പഠനത്തിന്റെ കീഴിലാണ്. ഇനി ഭരണഘടനാ വ്യവസ്ഥകൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റംസിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ പൊളിറ്റിക്കൽ സയൻസിൽ പഠനം നടത്തുന്നു. അതുപോലെ തന്നെ പോളിസി മേക്കിംഗ് പ്രോസസ്സിനെ കുറിച്ച് ഇവിടെ പഠനം നടത്തുന്നു. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഫെഡറൽ ഭരണഘടനാ സംവിധാനം അത് രൂപപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ഉള്ള പഠനം എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി അതുപോലെ തന്നെ സമാനമായിട്ട് അമേരിക്കയിലെ പ്രസിഡന്റ് ഭരണം അല്ലെ, ഇപ്പൊ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് അമേരിക്കയിൽ നിലനിൽക്കുന്നത്, US നിലനിൽക്കുന്നത്. ബ്രിട്ടനിലാണെങ്കിലോ ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റമാണ് നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഈ 3 സിസ്റ്റത്തെ കുറിച്ചും, ഇന്ത്യയിലെ സിസ്റ്റത്തെ കുറിച്ച്, US സിസ്റ്റത്തെ കുറിച്ച്, ബ്രിട്ടനിലെ സിസ്റ്റത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഇവ തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തുന്നുണ്ട് അല്ലെ, കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതുപോലെ സമാനതകളും വ്യത്യാസങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ട് ഇതിനെയൊക്കെ മോഡിഫൈ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സഹായകരവുമാണ്. ഇനി രാഷ്ട്രീയം, ജനാധിപത്യം, രാഷ്ട്രീയ പ്രക്രിയ ഇതേക്കുറിച്ചൊക്കെയുള്ള പഠനം നടത്തുന്നുണ്ട്. വോട്ടർമാരുടെ പെരുമാറ്റം അല്ലെ, വോട്ടർമാരുടെ ബിഹേവിയർ, ഇലക്ഷൻ, ഇങ്ങനെ ഇത് പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ പൊളിറ്റിക്കൽ അവയർനെസ്സിനെ കുറിച്ച് ഇവിടെ പഠനം നടത്തുന്നുണ്ട്. കൂടാതെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, സോഷ്യൽ ചേഞ്ച്, രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ, അത് കൊണ്ടുവരുന്ന സാമൂഹിക മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം തന്നെ സോഷ്യൽ സയൻസ് എന്ന നിലയിൽ വളരെ റെലവെന്റ് ആണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നോക്കിക്കഴിഞ്ഞാല് സാമൂഹിക നീതിയും സാമൂഹിക നീതി ഉറപ്പാക്കുന്ന നയങ്ങളും നടപ്പിൽ വരുത്തുന്നതിലൂടെയാണ് ഈ രാഷ്ട്രത്തെ ജനങ്ങൾ അറിയുന്നത് അല്ലെ. നമ്മൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത്
നമുക്ക് ഏറ്റവും കൂടുതൽ സേവനങ്ങൾ അല്ലെങ്കിൽ ജനക്ഷേമകരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഗവൺമെന്റുകൾ നിലവിൽ വരണമെന്നാണ് ജനങ്ങൾ ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇലക്ഷൻ സമയത്ത് ഓരോ ഭരണ മുന്നണികളും എന്ത് ചെയ്യുന്നത് ജനോപകാരപ്രദമായിട്ടുള്ള നടപടികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോ ഈ ഒരു അർത്ഥത്തില് നമുക്ക് പൊളിറ്റിക്കൽ സയൻസിനെ ഒരു സോഷ്യൽ സയൻസ് എന്നുള്ള നിലയിൽ ഒരിക്കലും വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അത് സാമ്പത്തിക വ്യവസ്ഥയും അതുപോലെ പവർ സ്ട്രക്ചറും ഒക്കെ ആയിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സാമ്പത്തിക നയങ്ങൾ, ഇക്കണോമിക് പോളിസീസ് നടപ്പിൽ വരുത്തുന്നത് ആരാണ്? ഭരണകൂടമാണ്. നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ ആണ് ഈ പോളിസീസ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നത്, അല്ലെ? ഇക്കണോമിക് പോളിസീസ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നത് സാമ്പത്തിക വിദഗ്ധരാണ്. എന്നാൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത് ഭരണകൂടമാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തില് പൊളിറ്റിക്കൽ സയൻസ് ഒരു ഉദാത്തമായിട്ടുള്ള ഒരു സോഷ്യൽ സയൻസ് ആണ്. ആസ് എ സോഷ്യൽ സയൻസ് എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വ്യത്യസ്ത സാമ്പത്തിക വ്യവസ്ഥകൾ, ഇപ്പൊ ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആശയങ്ങളാണ്. എന്നാൽ ഇതിന്റെ സോഷ്യൽ ഇമ്പാക്റ്റ് ആണ് സോഷ്യൽ ഇമ്പാക്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഒരു അർത്ഥത്തിലാണ് ഇത്തരം സയൻസുകളുടെയൊക്കെ പ്രാധാന്യം വരുന്നത്. ഇപ്പൊ ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ, അതിന്റെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ, അത് കൊണ്ടുവന്നിട്ടുള്ള സോഷ്യൽ ചേഞ്ചസ്, ഇതെല്ലാം ഇവിടെ പഠിക്കണം. ഇപ്പൊ 1991 ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങളെ കുറിച്ച് നമ്മൾ സമഗ്രമായിട്ട് പഠനം നടത്തുന്നുണ്ട്. LPG റിഫോംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ, അതിന്റെ അധികാര സംവിധാനത്തിന്റെ വ്യത്യാസം, ഇതേക്കുറിച്ചൊക്കെ നമ്മൾ പഠനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിയമവും സാമൂഹിക നീതിയും, ലോ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, ഇത് നമുക്ക് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചും അതുപോലെ പലതരത്തിലുള്ള ഫ്രെയിം വർക്ക്സിനെ കുറിച്ചൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. മനുഷ്യാവകാശങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ്, ഇതെല്ലാം എന്താണ്? ഇതൊക്കെ സാമൂഹിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ വരുന്നത് പൊളിറ്റിക്കൽ സയൻസിന്റെ അണ്ടറിലാണെങ്കിലും ഇതെല്ലാം എന്താണ്? സമൂഹത്തിന് ഉതകുന്ന അല്ലെങ്കിൽ സമൂഹത്തിലെ മനുഷ്യന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള, അവന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള, ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, അടിസ്ഥാന അവകാശങ്ങൾ, മൗലിക അവകാശങ്ങളുണ്ട്. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉണ്ട്, അല്ലെ? ഒരു രാഷ്ട്രം അവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗത്ത് ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ കൃത്യമായിട്ട് അക്കമിട്ട് പറയുന്ന 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കുണ്ട്. അപ്പോ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അതെന്താണ്? അത് ഫണ്ടമെന്റൽ ആണ്. അത് നമുക്ക് രാഷ്ട്രം ഉറപ്പു തരുന്ന ഒന്നാണ്. ഇത് പൊളിറ്റിക്കൽ സയൻസിന്റെ കീഴിൽ വരുന്ന കാര്യമാണ്. പക്ഷെ ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? അത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ മനുഷ്യരുടെ വെൽബീയിങ്ങിന്, ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. മനുഷ്യന് സ്വാതന്ത്ര്യം, മനുഷ്യന് സമത്വം, മനുഷ്യന് ചൂഷണത്തിനെതിരായിട്ടുള്ള മനുഷ്യന്റെ അവകാശം, അവന് മത വിശ്വാസത്തിനുള്ള അവകാശം, അവന്റെ സാംസ്കാരികമായിട്ടുള്ള അവകാശങ്ങൾ, അതുപോലെ അവന് വ്യക്തിമേൽ പറഞ്ഞ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അതിന് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണാനുള്ള അവകാശം, ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പൊ മനുഷ്യന് ഈ ഒരു അവകാശം കൊടുക്കുക, പക്ഷെ അത് പൗരനാണ് കൊടുക്കുന്നത്, അല്ലെ? അതായത് ഒരു രാഷ്ട്രീയ ജീവിയായ മനുഷ്യനാണ് ഈ അവകാശങ്ങളെല്ലാം ഭരണഘടന നൽകുന്നത്. അപ്പൊ ഈ സയൻസ്, ഈ പറയുന്ന ശാസ്ത്രങ്ങളെ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളെ ഒന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു എൻറ്റിറ്റി ഇല്ല. ഒരു സാമൂഹ്യ ശാസ്ത്രത്തിനും ഒറ്റയ്ക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. ഇതെല്ലാം ഒന്നിച്ച് കളക്റ്റീവായിട്ട് ഒരു ജോയിന്റ് ഹാൻഡ് ആയിട്ട് നിലനിൽക്കുന്ന സയൻസുകളാണ്, സാമൂഹ്യ ശാസ്ത്രങ്ങളാണ്. അന്തർദേശീയ ബന്ധങ്ങളും ലോകനയവും ഒക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പരസ്പരം ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി നമ്മള് ഈ പൊളിറ്റിക്കൽ സയൻസിന്റെ സാമൂഹിക പ്രാധാന്യത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് സമൂഹത്തിന്റെ രാഷ്ട്രീയ അവബോധം വർദ്ധിപ്പിക്കുന്നുണ്ട്, അല്ലെ? ജനങ്ങളുടെ രാഷ്ട്രീയ അവബോധം, അരാഷ്ട്രവാദം അല്ലെങ്കിൽ അരാഷ്ട്രീയവാദിയായി മാറുക എന്നുള്ളത് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ മനുഷ്യനെ അരാജകത്വത്തിലേക്കും അരാഷ്ട്രീയവാദത്തിലേക്കും നയിക്കാതെ മനുഷ്യനെ നിലനിർത്തുന്നത് ഈ സാമൂഹിക രാഷ്ട്രീയ അവബോധം തന്നെയാണ്. അതുപോലെ തന്നെ ഭരണകൂട നയങ്ങൾ എന്ന് പറയുന്നത് അത് പൊതുജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ള
ഒരു പഠനം കൂടിയാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് സാമൂഹിക നീതിയും സമത്വവും മനുഷ്യാവകാശങ്ങളും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് ഇത് മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ചുരുക്കി പറഞ്ഞാല് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമല്ല, മറിച്ച് അതൊരു കലയാണ് എന്നാണ് ഓട്ടോ ആൻഡ് ബിസ്മാർക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു അർത്ഥത്തില് ഇത് പൊളിറ്റിക്കൽ സയൻസിന്റെ പഠനം എന്ന് പറഞ്ഞാൽ അത് സാമൂഹ്യ ശാസ്ത്രവുമായിട്ട് അത് വേർതിരിച്ച് നിർത്താൻ പറ്റില്ല. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് അതൊരു സാമൂഹ്യ ശാസ്ത്രത്തിലെ ഒരു ഐറ്റം തന്നെയാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.